മായൻ സോദരിയേ ധത്തലങ്കുജം കൃതൃജം ധി താം തിട്ടത്തക്കത്തരി. നൃത്തത്തിന് രോഗം ഭേദപ്പെടുത്താൻ കഴിയുമോ? ശരീരത്തിനെയും മനസ്സിനെയും സുഖപ്പെടുത്താനുള്ള കഴിവ് നൃത്തത്തിനുണ്ടെന്നാണ് കോഴിക്കോട്ടുകാരി പ്രിയ ടീച്ചർ പറയുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവായി ടീച്ചർ കാട്ടിത്തരുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. ഡാൻസ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഡാൻസിലൂടെ ഒരു ചികിത്സ രീതി. അപ്പോൾ ഇപ്പം മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ശാരീരികമായിട്ടുള്ളതാണെങ്കിലും നമ്മളതൊരു ചികിത്സയാക്കി മാറ്റുകയാണ് ഡാൻസിനെ. നൃത്തത്തിലൂടെ നമ്മളൊരു മെത്തേഡ് കണ്ടുപിടിച്ചാണ്. അപ്പോൾ നമ്മളത് തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസിന് അതിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. കാരണം നമുക്ക് ഒരുപാട് സമയം സർവൈവ് ചെയ്യാൻ പറ്റിയില്ല, ഒരു വീഴ്ചയിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ആ ഒരു സമയത്തിന് ശേഷം എത്ര മെഡിസിൻ എടുത്തിട്ടും നമ്മൾ എത്ര കൗൺസിലിംഗ് ചെയ്തിട്ടും നമുക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റിയില്ല. ജീവിതത്തിൽ അന്ന് വരെ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം അവസാനിച്ചെന്ന പോലെയായിരുന്നു സുഹൃത്ത് വിജേഷ് പ്രിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ വെറും 4 വർഷം മാത്രം നീണ്ടുനിന്ന ആ നല്ല കാലം ഭർത്താവ് വിജേഷ് കാറപകടത്തിൽ മരിച്ചതോടെ ഇല്ലാതെയായി. വിജേഷിനെ നഷ്ടപ്പെടുമ്പോൾ 9 മാസം ഗർഭിണിയായിരുന്ന പ്രിയയ്ക്ക് ഏറെ കാലത്തേക്ക് തൻ്റെ മകളെ താലോലിക്കാനോ ജീവിതം തിരിച്ചുപിടിക്കാനോ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നൃത്തമാണ്, ചെലങ്കയുടെ താളമാണ് പ്രിയയുടെ ജീവിതം തിരിച്ചു നൽകിയത്. ക്ലാസിക്കൽ ഡാൻസ് തെറാപ്പി ഫസ്റ്റ് ടൈമാണ്, ലോകത്ത് തന്നെ ഫസ്റ്റ് ടൈമാണ്. ഡാൻസ് തെറാപ്പി കേരളത്തിൽ ആദ്യമായിട്ട്. ഇന്നും ഡാൻസ് തെറാപ്പി സെൻറ്റർ കേരളത്തിൽ ഒരെണ്ണേ ഉള്ളൂ, ഗൗരിശങ്കര മാത്രമേ ഉള്ളൂ. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിക്ക് എന്നെ മാറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ലേഡീസ് പാച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ. അന്ന് ലേഡീസ് പാച്ചുകൾ അങ്ങനെ ഇല്ല കേരളത്തിൽ. അപ്പോൾ ആ സമയത്ത് സ്ത്രീകൾക്ക് മാത്രമായി പ്രായഭേദം അന്യേന്ന് ഞാനൊരു നോട്ടീസ് അടിച്ചു. പക്ഷേ 30 പേര് ഫസ്റ്റ് അഡ്മിഷന് വന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പോസ്റ്റ്. ഇത്രയും പേർക്ക് ആഗ്രഹമുണ്ടോ, പ്രത്യേകിച്ചും ഇതുപോലൊരു സ്ഥലത്ത്. രാമനാട്ടുകര ഒരു സാധാരണ സ്ഥലമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ആ ക്ലാസ് ജസ്റ്റ് തുടങ്ങിയ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 6 വർഷം ഇല്ലാത്തൊരു മാറ്റം എനിക്ക് വന്നു, എൻ്റെ വീട്ടിൽ വന്നു, അമ്മയ്ക്കും മകൾക്കൊക്കെ മാറ്റം വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ വഴി. ഒരു മെഡിസിനും വേണ്ട, ഒരു ഡോക്ടറും കൗൺസിലറും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ളത് മനസ്സിലാവാണ്. അതാണ് ശരിക്കും ഇന്ന് 350 സ്ത്രീകളിലും മേലെ പഠിക്കുന്ന ഗൗരിശങ്കരത്തിൻ്റെ ഒരു തുടക്കം, ഒരു ജനനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ക്ലാസിക്കൽ ഡാൻസ് എങ്ങനെയാണ് ഒരു തെറാപ്പി ആവുന്നത് എന്നുള്ളതിൻ്റെ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ബൈലാറ്ററൽ സ്റ്റിമുലേഷൻ എന്നുള്ള മെത്തേഡാണ് അതിൽ. അതായത് നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞ് ജീവിക്കുന്ന കാലഘട്ടം നമുക്ക് ഒന്നുകിൽ നമ്മുടെ വലത് കൈയായിരിക്കും ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും, വലത്തെ കാലായിരിക്കും, അല്ലെങ്കിൽ ഇടതായിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ഭാഗം ഏതാണോ ആ ഓപ്പോസിറ്റ് സൈഡാണ് ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഗ്രാജുവലി നമ്മളിങ്ങനെ ഒരു പ്രായം നമുക്കിങ്ങനെ ആയി വരുന്ന സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ യൂസ് ചെയ്യാതാവുമ്പോൾ നോർമലി അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 സൈഡും ഒരേ സ്പീഡിൽ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ അവരറിയാതെ തന്നെ അവർക്ക് നല്ലൊരു വർക്കൗട്ട് കിട്ടുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് കയ്യെത്താനും കാലെത്താനും അത്രയൊക്കെ വേണ്ടു. ആൻഡ് ഇപ്പം ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ട്, എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു ഡിപ്രഷൻ മൂഡിലായിരുന്നു സത്യത്തിൽ. തിരുപ്പതിയൊക്കെ പോയി മുട്ടയൊക്കെ അടിച്ചു, അങ്ങനെ ആകെ ഡൗൺ. പിന്നെ ഞാൻ മാമിനെ കണ്ടു. മാം പറഞ്ഞു യു മസ്റ്റ് കം എന്നുള്ളതിൽ പറഞ്ഞ് ഐ എം റിയലി ടെലിങ് യു, എനിക്ക് വളരെ വ്യത്യാസം. ഞാനിവിടെ വന്നു കളിക്കാൻ കുറച്ച് ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ട്, നമ്മളുടെ മെമ്മറിയൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് എനിക്ക് പോസിറ്റിവിറ്റി ഒരുപാട് വന്നു, എൻ്റെ കയ്യിൽ കോൺഫിഡൻസ് വന്നു. ഞാൻ വടകര എന്നാണ് വരുന്നത്. പിന്നെ ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. അങ്ങനെ ദൂരെ ആണെങ്കിലും എന്തായാലും രാമനാട്ടുകാരല്ലേ എന്ന് വിചാരിച്ച് വന്നു, പരിചയപ്പെട്ടു. ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായി വന്നു. ഇവിടെ 17 സ്ത്രീകളുടെ ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ആളുകളിൽ ഒരു 3/4 ആളുകളും ഡാൻസ് ഒട്ടും അറിയാത്ത അല്ല ഡാൻസ് ചെയ്തിട്ടില്ലാത്ത ആളുകളാണ്. ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് ഈ കൊട്ടിൻ്റെ കൂടെ അങ്ങ് ഒരേ താളത്തിൽ കളിക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതിനുള്ളിൽ പെടുന്ന ഒരാൾക്ക് താളത്തിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി അയാളുടെ കാലും കയ്യും ഒക്കെ താളത്തിനനുസരിച്ച് ചലിപ്പിക്കാനായിട്ട് പറ്റുകയാണ്. വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മിസ്സിനെ തന്നെയാണ്. മിസ്സ് ഇതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാ ചെറിയ വിഷമങ്ങൾക്ക് ഇങ്ങനെ ഡള്ളാവുന്നത്? ഞാൻ ചെറുപ്പം മുതൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ അതിന് പറ്റിയിട്ടില്ല, സാമ്പത്തികം കൊണ്ടും അന്നത്തെ അവസ്ഥയൊക്കെ അതുമായിരുന്നു. ഞാൻ എൻ്റെ മോളെ ചേർത്താൻ വേണ്ടിയിട്ടാണ് ഗൗരിശങ്കരത്തിൽ എത്തുന്നത്. 10 വർഷമായി ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട്, മിസ്സിൻ്റെ കൂടെ ഉണ്ടായിട്ട് 10 വർഷമായി. പ്രിയ ടീച്ചർ സ്വന്തം ജീവിതം മാത്രമല്ല നൃത്തത്തിലൂടെ തിരിച്ചു പിടിച്ചത്.
ഗൗരീശങ്കരത്തിലൂടെ 350ഓളം സ്ത്രീകളെ കൂടിയാണ് ജീവിതത്തിന്റെ താളം തിരിച്ചുപിടിക്കാൻ പ്രാപ്തരാക്കുന്നത്. അലിപ്പായുതേ കണ്ണായൻ മനമിഹ അലിപ്പായ